കോട്ടയം മൈമനം പഞ്ചായത്ത് 16-ാം വാർഡിലെ പ്രാപ്പുഴ സഞ്ചാരയോഗ്യമായ പാലം എന്ന നാട്ടുകാരുടെ ആവശ്യം യാഥാർത്ഥ്യമാവുകയാണ്. പി.ടി. ഉഷ എം.പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 54 ലക്ഷം രൂപയാണ് പാലത്തിനായി അനുവദിച്ചിരിക്കുന്നത്. പ്രദേശവാസികളായ 180ഓളം പേരുടെ യാത്രാ ദുരിതത്തിനാണ് ഇതിലൂടെ പരിഹാരമാകുന്നത്. ഐമനം പഞ്ചായത്തിലെ 4-16 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന വഴിയിലെ പ്രാപ്പുഴ പാലം ഏറെക്കാലമായി അപകടാവസ്ഥയിലാണ്. പാലത്തിൻ്റെ ജീർണാവസ്ഥ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും പ്രായമായവർക്കും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത നടപ്പാലമായതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ എടുത്താണ് തോടിന് മറുകരെ എത്തിച്ചിരുന്നത്. അരയൊപ്പം വരെ വെള്ളം കയറും. അരയൊപ്പം അതിന് മേളിലും വെള്ളം വരുന്ന സ്ഥലമാണ്. അപ്പോൾ അത്രയും വരെ നടന്ന് നമുക്ക് ജോലിക്ക് പോകാനോ മറ്റൊന്നും നമുക്ക് സാധിക്കത്തില്ല. ഈ പാലത്തിൻ്റെ ഈ അവസ്ഥ കാരണം നമുക്ക് നല്ല ഒഴുക്ക് വരുന്ന സമയങ്ങളിൽ പാലത്തെ കയറാൻ നമുക്ക് പേടിയാണ്. പലകയെല്ലാം പോയി കിടക്കുന്ന ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള ആളുകൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്രയും വേഗം പോകാനും അതുപോലെ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്താൻ പറ്റുന്ന ഒരു പാലമാണിത്. 54 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. പാലത്തിൻ്റെ ദുരവസ്ഥയും നാട്ടുകാർ അനുഭവിക്കുന്ന യാത്രാ ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി ഐമനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 16-ാം വാർഡ് മെമ്പറുമായ അനു ശിവപ്രസാദ് നാട്ടുകാരുടെ ഒപ്പ് ശേഖരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം സമർപ്പിച്ചിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൂടി ഇടപെടലിലാണ് P.T. ഉഷ എം.പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പാലത്തിനായി തുക അനുവദിക്കാൻ നടപടിയായത്. നമ്മൾ ജോർജ് കുര്യൻ സാറിന് നിവേദനം കൊടുത്തു. സാറിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെയും MP P.T. ഉഷ മാഡത്തിൻ്റെയും ഇതിലൂടെ നമുക്ക് ഈ പാലം സാധ്യമായിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കാരണം മെഡിക്കൽ കോളേജിലോട്ട് പോകാനും അതേപോലെ തന്നെ കുട്ടികൾക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാലമാണ്. ഇവിടെയുള്ള ആൾക്കാർ വെള്ളം പൊങ്ങുമ്പോൾ സമയത്തും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഈ ഒരു കാര്യമാണ്. പാലത്തിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും പ്ലാനും എസ്റ്റിമേറ്റും അടക്കം വൈകാതെ തയ്യാറാകുമെന്നും അനു ശിവപ്രസാദ് പറഞ്ഞു. തങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഉടൻ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രാപ്പുഴ തെക്കേക്കര നിവാസികൾ. അമൃത ന്യൂസ്, കോട്ടയം.